80ാം സ്വാതന്ത്ര്യദിന പ്രസംഗത്തിൽ വികസിത ഭാരതം ലക്ഷ്യം വെച്ച് സപ്തധാരാ പ്രതിജ്ഞയുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യയുടെ സമഗ്ര മുന്നേറ്റത്തിന് കരുത്തു പകരുന്നതാണ് പ്രധാനമന്ത്രി മുന്നോട്ട് വെച്ച സപ്തധാരാ പ്രതിജ്ഞ. 7 പുണ്യനദികളുടെ മാതൃകയിലാണ് രാജ്യത്തിന്റെ സമഗ്ര മുന്നേറ്റത്തിനായുള്ള സപ്തധാരാ പ്രതിജ്ഞ രൂപീകരിച്ചിട്ടുള്ളത്. പ്രതിരോധം, കൃഷി മുതൽ AI വരെ 7 മേഖലകളുടെ വികസനത്തിനും ഇത് ശ്രദ്ധയൂന്നുന്നു. രാജ്യം തദ്ദേശീയ പ്രതിരോധ സൈനിക ശേഷി വർദ്ധിപ്പിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. പ്രതിരോധ മേഖലയിൽ ആത്മനിർഭർ ഭാരതിന്റെ ആവശ്യകത ഊന്നിപ്പറഞ്ഞ പ്രധാനമന്ത്രി അടുത്ത തലമുറ പ്രതിരോധ സാങ്കേതിക വിദ്യകളുടെ ആഗോള വിതരണക്കാരായി ഇന്ത്യ ഉയർന്നു വരണമെന്നും ആഹ്വാനം ചെയ്തു. മിഷൻ സുദർശൻ ചക്രത്തിനായുള്ള പ്രവർത്തനങ്ങൾ അതിവേഗം പുരോഗമിക്കുന്നുവെന്നും പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടി. हमारी पांचवी शक्ति है सप्तधारा की, वो है रक्षा शक्ति. और ये रक्षा शक्ति का महत्व हर प्रकार से है. मेरे प्यारे देशवासियों, डिफेंस में आत्मनिर्भर होना अब भारत ने अनुभव कर लिया, दुनिया ने अनुभव कर लिया है. इसके बिना कोई चारा नहीं है. विश्व जब अपनी अपनी ही सोच रहा है, तब भारत विश्व के लिए बाजार बन करके नहीं रह सकता है. हमें डिफेंस के क्षेत्र में आत्मनिर्भर होना हुआ. नेक्स्ट जनरेशन डिफेंस टेक्नोलॉजी डेवलप करके हमें ग्लोबल सप्लायर बनने की दिशा में हमें लक्ष्य लेकर के चलना है. വ്യവസായ രംഗത്ത് ഇന്ത്യയെ ആഗോള ഹബ്ബായി മാറ്റുകയാണ് ലക്ഷ്യമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ആഗോള വിതരണ ശൃംഖലയിൽ നമ്മുടെ മന്ത്രം ഗുണമേന്മ മാത്രമായിരിക്കണമെന്നും പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടി. हमें कंपोनेंट भी चाहिए और हमें कंप्लीट मैन्युफैक्चरिंग भी चाहिए, कंप्लीट प्रोडक्ट भी चाहिए. डिजाइन से लेकर मैन्युफैक्चरिंग तक भारत को ग्लोबल सप्लाई चेन का भरोसामंद केंद्र बनना होगा. ग्लोबल मार्केट में हमारी पहचान विश्वसनीयता और गुणवत्ता के आधार पर होनी चाहिए. क्वालिटी के संबंध में नो कॉम्प्रोमाइज. और इसलिए हमारा मंत्र क्वालिटी 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 होना चाहिए. കാർഷിക മേഖലയിൽ വൻ നേട്ടങ്ങളാണ് കഴിഞ്ഞ 12 വർഷക്കാലം ഇന്ത്യ കൈവരിച്ചത്. ആധുനിക രീതികളും നവീകരണങ്ങളും വഴി കാർഷിക മേഖലയെ കൂടുതൽ ശക്തിപ്പെടുത്തുകയാണ് ഇനി ഇന്ത്യയുടെ ലക്ഷ്യം. ഭക്ഷ്യ സംസ്കരണത്തിനും കയറ്റുമതിക്കും കൂടുതൽ ഊന്നൽ നൽകണമെന്നും പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടു. സ്വതന്ത്ര വ്യാപാര കരാറുകൾ ഇന്ത്യൻ കർഷകർക്ക് ആഗോള വിപണികളിലേക്കുള്ള കവാടം തുറന്നിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. സാങ്കേതികവിദ്യയിലും നവീകരണത്തിലും ഇന്ത്യ മുന്നേറുകയാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, റോബോട്ടിക്സ്, ഡേറ്റാ സെന്ററുകൾ, 6G തുടങ്ങി നൂതന സാങ്കേതിക വിദ്യകളിൽ സ്വയം പര്യാപ്തത നേടുകയാണ് ഇനി ഇന്ത്യയുടെ ലക്ഷ്യം. ഇന്ത്യയുടെ ഡിജിറ്റൽ സാങ്കേതിക വിദ്യകൾ ലോകത്തിനു മുന്നിൽ എത്തിക്കണമെന്നും പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടി. കണക്ടിവിറ്റി, ഹൈസ്പീഡ് റെയിൽ തുടങ്ങിയ മേഖലയിൽ ഇന്ത്യ കരുത്തു തെളിയിച്ചതായി പ്രധാനമന്ത്രി സ്വാതന്ത്ര്യദിന പ്രസംഗത്തിൽ പറഞ്ഞു. ഹരിത സമ്പദ് വ്യവസ്ഥയും നീല സമ്പദ് വ്യവസ്ഥയും, പുനരുപയോഗ ഊർജം, ഗ്രീൻ ഹൈഡ്രജൻ, സമുദ്ര സമ്പദ് വ്യവസ്ഥ എന്നിവയിലൂടെയുള്ള ഇന്ത്യയുടെ സുസ്ഥിര വളർച്ചയും പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടി. നീല സമ്പദ് വ്യവസ്ഥയിൽ ഇന്ത്യക്ക് നിരവധി അവസരങ്ങളാണ് വന്നു ചേർത്തിട്ടുള്ളതെന്നും അദ്ദേഹം പറഞ്ഞു. യോഗ, കരകൗശലങ്ങൾ, സിനിമ, ഗെയിമിംഗ്, അനിമേഷൻ, ഡിജിറ്റൽ കണ്ടന്റുകൾ എന്നിവയിലൂടെ ലോകവേദിയിൽ ഇന്ത്യയുടെ സാംസ്കാരിക സ്വാധീനം ഉയർത്തുകയാണ് ലക്ഷ്യം. ഇന്ത്യയുടെ കഴിവുകൾ പ്രദർശിപ്പിക്കുന്നതിന് ഹീൽ ഇൻ ഇന്ത്യ സംരംഭവും വേവ്സ് ഉച്ചകോടിയും ഉപയോഗിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. 2047 എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിന് ഇന്ത്യ എല്ലാ മേഖലയിലും മാറ്റങ്ങൾ കൊണ്ടുവരേണ്ടത് അനിവാര്യമാണെന്ന് ചൂണ്ടിക്കാട്ടുന്നതാണ് പ്രധാനമന്ത്രിയുടെ സ്വാതന്ത്ര്യദിന പ്രസംഗത്തിലെ സപ്തധാരാ പ്രതിജ്ഞ. ന്യൂസ് ഡെസ്ക്, ദൂരദർശൻ.